അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ നിങ്ങളോട് സംവദിക്കാൻ പോകുന്ന വിഷയം ക്യാമ്പസുകൾ അനീതിക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ ഉറവിടമാകുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കറിയാം, ഏതു പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും അതിന്റെ മുഖ്യധാരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങളുമാണ് എന്നുള്ളതിൽ നമുക്ക് ഏവർക്കും തർക്കമില്ല. എന്താണ് ഇതിന് കാരണം? പ്രകൃതിക്കാൻ അവസരമുണ്ടായിട്ടും രാഷ്ട്രീയ പാർട്ടികളും മറ്റും മാറി നിൽക്കുമ്പോൾ ഈ സാഹചര്യങ്ങൾ എങ്ങനെ മുതലെടുക്കണമെന്നുള്ള വ്യക്തമായ ധാരണയും വ്യക്തമായ ബോധ്യവുമുള്ള ഒരു ജനതയാണ്, ഒരു വിഭാഗമാണ് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ളത്. പല രാജ്യപ്രശ്നങ്ങളും പല പ്രദേശ പ്രശ്നങ്ങളും പല വലിയ പ്രശ്നങ്ങൾക്കും ക്യാമ്പസ് വിദ്യാർത്ഥികൾ രംഗത്തു വരാറുണ്ട്. നമുക്കറിയാം, ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഹസീന പുറത്താക്കുന്നതുവരെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭങ്ങൾ സമരങ്ങളും നടത്തിയപ്പോൾ അതിന്റെ പ്രതിഫലമായി ഹസീനയെ പുറത്താക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ അനീതിക്കെതിരായ ചെറുത്തുനിൽപ്പുകൾ വിദ്യാർത്ഥി തുടക്കം തൊട്ടേ തുടങ്ങിയതാണ്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് മിഷേൽ ഗുഫോയുടെ വാക്കുകളാണ് നമുക്കേവർക്കും പ്രചോദനമാകുന്നത്. വിദ്യാർത്ഥികൾ വിപ്ലവം നയിക്കുകയല്ല, വിദ്യാർത്ഥികൾ തന്നെയാണ് വിപ്ലവമെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. എന്താണ് അതിന്റെ കാരണം? വിദ്യാർത്ഥികൾ എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിട്ട് വരികയും അതിന്റെ കാര്യങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ JNUവിലെ കയ്യാൻകുമാറിന്റെ 5 അംഗ സംഘവും പിന്നെ അഫ്സാൻ ഗുരുവിന്റെ വധാക്രമണത്തിലും എന്നതിന്റെ പേരിലൊക്കെ അത് രാജ്യദ്രോഹ കുറ്റമായി പിന്നീട് അത് അംഗീകരിക്കുമ്പോൾ അതിനിടയ്ക്ക് മുന്നിട്ട് വരുവാൻ കാരണമായത് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, വിദ്യാർത്ഥി ക്യാമ്പസുകളാണ് എന്നുള്ളത് നാം ഏവരും ചർച്ച ചെയ്യേണ്ടതാണ്. ബെർലിൻ ഫെയിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ സിസിലിയുടെ വാക്കുകളാണ്. വിദ്യാർത്ഥികൾ വംശീയതയ്ക്കെതിരെ ശക്തമായ തിരിയുമ്പോൾ അവർക്കെതിരെ തിരിയാൻ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ ഭരണത്തിന് ഒരിക്കലും സാധിക്കില്ല. കാരണം ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്നുള്ളത് വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിദ്യാർത്ഥിത്തെ ഒരിക്കലും മാറ്റി നിർത്താനോ ഒരു രാജ്യത്തിന്റെ വിഷയങ്ങളിൽ അവർ പറയുന്നതിനെ തടുക്കാനോ കഴിയുകയില്ല. നമുക്കറിയാം, ഈയിടെ ഏറ്റവും വളരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്നാണല്ലോ ഗസയിലെ കൂട്ടക്കുരുതി. പിഞ്ചോമനകൾ അറുത്തു വീഴുമ്പോഴും വെടിക്കോപ്പുകൾക്ക് മുന്നിൽ കരച്ചിലുകളുടെയും നിശബ്ദതയുടെയും നിൽക്കുമ്പോൾ അവർക്കെതിരെ വിദ്യാർത്ഥി സംഘങ്ങൾ മുന്നോട്ട് വരികയും എന്തിനേറെ പറയുന്നു, US വിദ്യാർത്ഥികൾ ക്യാമ്പസുകൾ മുന്നോട്ട് വരികയും ചെയ്തു. അത് കാരണമായി വലിയ വലിയ സർവകലാശാലകളിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള, കൊളംബിയ യൂണിവേഴ്സിറ്റി പോലെയുള്ള വലിയ യൂണിവേഴ്സിറ്റികൾ ഇതിന് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതുമായി പിന്നീട് കാണാൻ കഴിഞ്ഞു. ഇതിന്റെ യാഥാർത്ഥ്യങ്ങളിലൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥികൾ എത്രമാത്രം സമൂഹത്തിൽ അവരുടേതായ പ്രതിഷേധങ്ങൾക്കും ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ എങ്ങനെയാണ് മുദ്രകുത്തിക്കുന്നത്? ഭീകരരൊന്നും അക്രമികളുമെന്നാണ് അദ്ദേഹം. ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ പിന്തുണയോടെ ഗസയിലെ കൂട്ടക്കുരുതിക്ക് നിൽക്കുന്ന ഏറ്റവും വലിയ മിലിറ്ററി രാജ്യം കൂടിയാണ്. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്. ഇതിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതും വിദ്യാർത്ഥി സമൂഹത്തിന്റെ എത്രമാത്രം സമൂഹത്തിൽ പ്രചോദനം നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാനും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ നയിക്കാനും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാനും കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.